ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേഡ് എന്ന കവിതാ പാഠഭാഗം പഠിച്ചു. ഇന്ന് നമുക്കതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം അല്ലേ. അതിൻ്റെ പോയത്തിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസ് നോക്കി 4 ഉണ്ട്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ധൂപ് സിലി തോ ബിഖർ ഗയി ഖദറൻ ഖദറൻ ഛായായേ. ധൂപ് ചൂട്, ബിഖർന ചിതറുക, സിലി നമുക്കറിയാവുന്ന വാക്കാണ്, തുന്നുക, നെയ്യുക എന്നൊക്കെയാണ്. ഖദറൻ കഷ്ണങ്ങൾ, ഛായായേം നിഴലുകൾ. ഇസ്കാ ക്യാ ദൃശ്യ ഉഫർ ആത്താ ഹേ, ഉഫർന ഉയർന്നു വരിക. ഇനി നോക്കി, സൂര്യൻ ഉദിച്ചപ്പോൾ കീറി മുറിഞ്ഞ ഛായകൾ, നിഴലുകൾ ചിതറിപ്പോയി. ഇസ്സെ, ഇതിൽ നിന്നും എന്ത് ദൃശ്യമാണ് ഉയർന്നു വരുന്നത്? അതാണ് ചോദ്യം. ആൻസർ നോക്കിയേ. इन पंक्तियों में पेड़ की पत्तियों से छनकर आती धूप का दृश्य उभरता है. पंक्तियों വരികളിൽ, പത്തിയോം ഇലകൾ, ഛൻകർ അരിച്ചിറങ്ങുക എന്ന വാക്കാണ്. അരിക്കുക എന്ന വാക്ക് കേട്ടോ. ഉഭർന ഉയർന്നു വരിക. ഇപ്പോൾ നോക്കിയേ, ഈ വരികളിൽ, ഇൻ പങ്ക്തിയോമേം, ഈ വരികളിൽ പേടിൻ്റെ മരത്തിൻ്റെ ഇലകളിൽ നിന്ന് അരിച്ചു വന്ന, ചൻകറാത്തി അരിച്ചു വന്ന ധൂപിൻ്റെ ചൂടിൻ്റെ ദൃശ്യമാണ് ഉയർന്നു വന്നത്. ടുക്കടോം ടുക്കടോം സേ ഗിർത്തി ഹേ, ടുക്കട കഷ്ണങ്ങൾ, ടുക്കടോം ടുക്കടോം സേ ഗിർത്തി ഹേ, കഷ്ണങ്ങളായി പതിച്ചു അല്ലെ വീണു. ഗിർന എന്ന് വെച്ചാൽ പതിക്കുക, വീഴുക എന്നാണ്. യേ ധൂപ് ആർ ഛായായേ സിലായി കി കദറനോം ജൈസി ലക്തി ഹേ. യേ ധൂപ്, ഈ ചൂട്, കീറി മുറിച്ച ഛായകൾ, നിഴലുകൾ പോലെ ലഗ്തിഹെ തോന്നുകയും ചെയ്തു. ഈ ചൂടെന്താണ്? കീറി മുറിച്ച നിഴലുകൾ പോലെ തോന്നി. അതാണ് ആദ്യത്തെ ആൻസർ കേട്ടോ. രണ്ടാമത്തെ നോക്കിയ, മിഠി രംഗ് ഹവ പാനി കോ ജോഡ ദിയാ തരാശ്. ഇസ്കാ താത്പര്യ ക്യാ ഹേ. മിഠി മണ്ണ്, രംഗ് നിറം, ഹവ കാറ്റ്, പാനി ജലം, ജോഡിനായി യോജിക്കുക, തരാശെ രൂപപ്പെടുത്തിയെടുക്കുക. ഇനി മണ്ണ്, നിറം, കാറ്റ്, ജലം എന്നിവ യോജിച്ച് രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇസ്കാ താത്പര്യക്കാഹെ, ഇതിൻ്റെ താത്പര്യം എന്ത് എന്നാണ് ചോദ്യം. ആൻസർ നോക്കിയ, പേട് മിട്ടി രംഗ് ഹവ ആർ പാനി കോ ആപ്പസ് മേ ജോഡ് ദേത്തെ ഹൈം. ആപ്പസ് പരസ്പരം, മണ്ണ്, മരം, നിറം, ഹവ കാറ്റ്, ജലം എന്നിവ പരസ്പരം കൂട്ടിച്ചേർത്തിരിക്കുന്നു. पेड़ प्रकृति के तत्वों को सिलाकर जीवन और सौंदर्य की रचना करते हैं. പേട മരം പ്രകൃതിയിലെ തത്വങ്ങളെ, മരം എന്താ എന്നൊക്കെ, പ്രകൃതിക്ക് തത്വം എന്ന് വെച്ചാൽ പ്രകൃതിയിലെ തത്വങ്ങളെ, ജീവൻ എന്ന് വെച്ചാൽ ജീവൻ, സൗന്ദര്യം, രചന രചിക്കപ്പെടുക എന്നാണ്. ഇനി നോക്കിയിരുന്നേ, മരം പ്രകൃതിയിലെ തത്വങ്ങളെ ചേർത്ത് ജീവനും സൗന്ദര്യവും രചിക്കപ്പെട്ടു. ഇതാണ് പേട് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. രംഗ് മഹക്ക് കി ഹുയി സിലായി, നിറം, സുഗന്ധം എന്നിവ തുന്നിച്ചേർത്തു. ഇസ്കാ താത്പര്യ ക്യാ ഹേ, ഇതിൻ്റെ അല്ലെങ്കിൽ താത്പര്യ ഓർ മതലബ്, രണ്ടും അർത്ഥം ഒന്നാണ്. ഇസ്കാ മതലബ് ക്യാ ഹേ, ഇതിൻ്റെ ആശയം അല്ലെ അർത്ഥം എന്ത്? ആൻസർ നോക്കിയേ. ഫൂലോമേ രംഗ് ആർ സുഗന്ധ് ഭരേ ഹേ. ഫൂലെ പൂക്കളെ, രംഗ് നിറം, സുഗന്ധം മണം, ഭരെ നിറയ്ക്കുക. പൂക്കളിൽ നിറത്തിൻ്റെയും സുഗന്ധവും നിറച്ചിരിക്കുന്നു. അപ്പോൾ പൂക്കളിൽ എന്തൊക്കെയാണ്? നിറവും സുഗന്ധവും നിറച്ചിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൻ കെ പേട് മേ വൻ കെ സ്വാദ് സിലേഹേ. വൻ കെ പേട്, കാട്ടുമരങ്ങളിൽ വനത്തിൻ്റെ സ്വാദ്, രുചിയാണ് തുന്നിച്ചേർത്തിരിക്കുന്നത്. ഇസ്കാ മതലബ് ക്യാ ഹേ, ഇതിൻ്റെ ആശയം എന്ത്? ആൻസർ നോക്കിയേ. ജംഗൽ മേ കൈ പേട് ഹേ, വനാന്തരങ്ങളിൽ ധാരാളം പേടെന്ന് വെച്ചാൽ മരങ്ങൾ ഉണ്ട്. അറെ യഹാങ്കെ സ്വാദ് ഭി അലഗ് ഹേ, ഇതിൻ്റെ സ്വാദ്, രുചിയും അലഗ് വ്യത്യസ്തം ആണ്. വൻ മേ ഏക്ക് ആസാദ് മാഹോൽ ഹേ, വനത്തിൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അല്ലെങ്കിൽ അന്തരീക്ഷം ആണ്. വനാന്തരങ്ങളിൽ ഏക്ക് ആസാദ് മാഹോലാണ്, സ്വാതന്ത്ര്യമാകുന്ന അന്തരീക്ഷമാണ് ഉള്ളത്. ഹർ പേടോं को अपनी विशेष पहचान और गुण है. ഹർ പേട് എന്ന് വെച്ചാൽ ഓരോ മരത്തിനും എന്ത് ചെയ്തു? അത് പഹച്ചാന തിരിച്ചറിയുക, ഗുണം, ഓരോ മരങ്ങൾക്കും അതിനെ തിരിച്ചറിയാനുള്ള
വിശേഷമായ ഗുണങ്ങളും ഉണ്ട്. ഓരോ മരങ്ങൾക്കും അതിനെ തിരിച്ചറിയാനുള്ള വിശേഷമായ ഗുണഗണങ്ങളും ഉണ്ട് എന്നാണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഇനി ടെക്സ്റ്റിലെ ആക്ടിവിറ്റീസ് അടുത്ത് നോക്കിയേ. കവിത മേ പേട് കിൻ കിൻ കോ സിലാത്ത ഹേ ചുൻകർ നീച്ചെ ലിഖെ. കവിതയിൽ പേട് മരം എന്തിനെയൊക്കെയാണ് സിൽന തുന്നിച്ചേർത്തത്? ചുൻകർ തിരഞ്ഞെടുത്ത് താഴേക്ക് എഴുതുക. കുറേ വേർഡ്സുകൾ തന്നു, അത് പോയതിൽ തുന്നിച്ചേർത്ത എന്ത് എന്ന്, പേട് തുന്നിച്ചേർത്തത് എന്ത് എന്ന് ആ വാക്കുകൾ കണ്ടിട്ട് താഴേക്ക് നോക്കി എഴുതണം. ഞാൻ എഴുതിയിരിക്കുന്നു കേട്ടോ, വാക്കുകൾ വായിക്കാം. ഗർ വീട്, ഹവായേം കാറ്റ്, സാഗർ സാഗരം അല്ലെ കടൽ, രാത്ത് രാത്രി, ഫൂലെ പൂക്കൾ, കോസല പക്ഷിക്കൂടെ, ബാദൽ മേഘം, ചാന്ദ് ചന്ദ്രൻ, സെമീനെ ഭൂമി, കിതാബെ പുസ്തകം, കപ്പടെ വസ്ത്രം, ധൂപെ ചൂട്, കിനാരെ തീരം, സപന സപനം, തിൻക പുൽക്കൊടി. ഇതിലേതൊക്കെയായിരുന്നു നമുക്കുള്ളതെന്ന് നോക്കിയേ. ഹവായേം അല്ലേ, ഹവായേം റൗണ്ടിങ് കൊടുത്തേക്കുന്നു. ഹവായേം, ഫൂലെ, കോസലെ, ബാദൽ, സെമീനെ, ധൂബെ, കിനാരെ. ആ വാക്കുകൾ വേണം താഴേക്ക് എഴുതാൻ കേട്ടോ. ഞാൻ എഴുതിയിരിക്കുന്നത് ധൂബെ, കോസലെ, കിനാരെ, ഹവായെ, ഫൂലെ, ബാദൽ, സെമീൻ എന്ന് നോക്കി എഴുതണം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. സംബന്ധ പഹച്ചാനെ ആറെ ജോഡോ ബനായെ. ജോഡെ ബനായൻസ് കൂട്ടിച്ചേർക്കുക. സംബന്ധ പഹച്ചാനെ തിരിച്ചറിയുക, ബന്ധം തിരിച്ചറിയുക. എന്നിട്ട് എന്ത് ചെയ്യണം? കൂട്ടിച്ചേർത്ത് എഴുതുക. ലെഫ്റ്റ് സൈഡിലെ കുറേ വേർഡ്സുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ബന്ധം തിരിച്ചറിഞ്ഞ് റൈറ്റ് സൈഡിലെ വാക്കുകൾ അതിൻ്റെ കൂടെ ചേർത്ത് എഴുതുക എന്നാണ് തന്നിരിക്കുന്നത് കേട്ടോ. വാക്കുകൾ വായിക്കാം. ധൂപ് ചൂട്, മിഠി മണ്ണ്, പാനി ജലം, ഫൂലെ പൂക്കൾ. റൈറ്റ് സൈഡിലെ നോക്കിയേ. ധൂപ് ചൂടിനോട് ചേരുന്നത് ഛായ നിഴൽ, മിഠിയോട് ചേരുന്നത് രംഗ് നിറം, പാനിയോട് ചേരുന്നത് ആകാശം, ഫൂലെ പശ്മീനെ മൃദുവായിട്ടുള്ളത്. അങ്ങനെ എഴുതി കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. കവിതാ സെ എ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖെ. കവിതയിൽ നിന്നും താഴെ തന്നിരിക്കുന്ന ഈ ആശയങ്ങൾ വരുന്ന വരികൾ കണ്ടെത്തി എഴുതുക. എക്സാമിന് കാണും അത് കേട്ടോ. കവിതയിൽ നിന്നും ഈ താഴെ തന്നിരിക്കുന്ന ആശയങ്ങൾ വരുന്ന വരികൾ നമ്മൾ എന്ത് ചെയ്യണം? നാം കണ്ടെത്തി എഴുതുക. പങ്ക്തിയാന്ന് വെച്ചാൽ വരികൾ, ലൈൻസ്, അത് കണ്ടെത്തി എഴുതുക എന്നാണ്. ഒന്നാമത്തെ ആശയം നോക്കിയേ. ധൂപ് കെ സിൽനെ സെ ഛായായെ ബിഖർ ഗയി ഹേ. ചൂട്, ധൂപ് എന്ന് വെച്ചാൽ ചൂട്, തുന്നിച്ചേർത്ത നിഴലുകൾ ചിതറിപ്പോയി. ധൂപ് തുന്നിച്ചേർത്ത് എന്ത് ചെയ്തു? നിഴലുകൾ ചിതറിപ്പോയി. ആ ആശയം വരുന്ന പങ്ക്തികൾ പോയതിലെ നോക്കിയേ. ഫസ്റ്റ് സ്റ്റാൻസിലെ വായിക്കാം. ധൂപ് സിലി ത്വ ബിഖർ ഗയി കതിറൻ കതിറൻ ഛായായെ. സൂര്യൻ ഉദിച്ചപ്പോൾ എന്ത് ചെയ്തു? കീറി മുറിഞ്ഞ നിഴലുകൾ ചിതറിപ്പോയി. അത് എഴുതി കൊടുക്കണം കേട്ടോ. രണ്ടാമത്തെ നോക്കിയേ. പേടിനെ രംഗ് ആർ സുഗന്ധ് കി സിലായി കി. പേടിന് രംഗ് നിറം, സുഗന്ധ മണം, സിലാന തുന്നിച്ചേർക്കുക. ഇനി നോക്കിയേ. മരം നിറവും സുഗന്ധവും തുന്നിച്ചേർത്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ ആശയം. അത് വരുന്ന വരി നോക്കിയേ. രംഗ് മഹക്ക് കി ഹുയി സിലായി. മൂന്നാമത്തെ സ്റ്റാൻസിലുണ്ട് കേട്ടോ, മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ. ഇനി അടുത്ത മൂന്നാമത്തത്. പേടിനെ മിഠി രംഗ് ഹവ ആർ പാനി കോ തരാശിക്കെ ജോഡാ ഹേ. പേട് മരം, മണ്ണ്, നിറം, കാറ്റ്, ജലം അല്ലേ, ഇവയെല്ലാം ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്നു. അത് വരുന്ന വരി ഏതൊക്കെയാണെന്ന് നോക്കിയേ. സ്റ്റാൻസിലെ രണ്ടാമത്തെ സ്റ്റാൻസയാണ്. മിഠി രംഗ് ഹവ പാനിക്കോ ജോഡ ദിയ തരാശ്. അത് എഴുതി കൊടുക്കണം. ഇനി നാലാമത്തെ നോക്കിയേ. പേടിനെ പ്രത്യേക ഫൽമേ അപ്പന സ്വാദ് വരാഹേ. പേടെന്ന് വെച്ചാൽ മരത്തിൽ അല്ലേ, മരം ഒരു ഫലത്തിനും അതിന് വെച്ചാൽ പേടിനെ പ്രത്യേക മരം എന്ത് ചെയ്യുന്നു? ഓരോ ഫലത്തിലും അതിൻ്റെ സ്വാദിനെ നിറച്ചിരിക്കുന്നു. മരം എന്താ ചെയ്തേ? അതിൻ്റെ ഓരോ ഫലങ്ങളിലും അതിൻ്റെ സ്വാദിനെ നിറച്ചിരിക്കുന്നു. ഏതൊക്കെയാ നോക്കിയേ. ആമേം ആം കെ സ്വാദ് സിലേഹേ, ജാമുൻമേ ജാമുൻ കെ. നമുക്കറിയാം മാങ്ങയിൽ മാങ്ങയുടെ സ്വാദും ഞാവൽപ്പഴത്തിൽ ഞാവലിൻ്റെ സ്വാദും. അങ്ങനെ എഴുതി കൊടുക്കണം കേട്ടോ. അടുത്ത നോക്കിയേ. ശബ്ദം കാ ആപസി സംബന്ധ പഹച്ചാനെ. ശബ്ദം വാക്കുകളെ ആപസി പരസ്പരം സംബന്ധ ബന്ധം, പഹച്ചാന തിരിച്ചറിയുക. സിലാസിലെ. ഇനി നോക്കിയേ. വാക്കുകളുടെ പരസ്പര ബന്ധം നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് ആ വാക്കിൻ്റെ കൂടെ എന്ത് ചെയ്യണം? സിലെ യാ സിലെ, സിലയെന്നോ സിലിയെന്നോ ചേർത്ത് പൂരാക്കരെ പൂർണ്ണമാക്കി കൊടുക്കണം. അത് ബഹുവചൻ, ഏകവചൻ, സ്ത്രീലിംഗ, ഏകവചൻ, സ്ത്രീലിംഗ, ബഹുവചൻ, പുല്ലിംഗ,
പുല്ലിംഗ ഏകവചൻ, പുല്ലിംഗ ബഹുവചൻ. അത് നോക്കി വേണം എഴുതാൻ കേട്ടോ. സിലെ കോസലെ എന്നുള്ളത് നമ്മൾ കണ്ടു. അത് സിലെ കോസലെ, കോസലെ വന്നപ്പോൾ ബഹുവചനാണ് പുല്ലിംഗെ, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. അടുത്ത നോക്കി സിലി ഹവായി, ബഹുവചനാണ് സ്ത്രീലിംഗം. സിലെ കിനാരെ, അത് പുല്ലിംഗ ബഹുവചൻ. സിലീം സെമീനെ. ഇവിടെ തന്നിരിക്കുന്നത് രണ്ടും, അതായത് 4 വേർഡ്സുകൾ തന്നു. അതിൽ 2 വാക്കുകളെ പുല്ലിംഗ ബഹുവചനങ്ങളും 2 വാക്കുകൾ സ്ത്രീലിംഗ ബഹുവചനങ്ങളും ആണ്. ഇനി ഇപ്പുറത്തോട്ട് നോക്കിയാൽ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ കുറേ നോക്കിയാൽ ആ ബ്ലാങ്കായി കിടന്ന സ്ഥലത്തെ നമ്മൾ എന്ത് ചെയ്യണം, ആ റൗണ്ടിൽ തന്നിരിക്കുന്ന സിലെ ഓർ സിലീം ചേർത്ത് വേണം എഴുതാൻ. ആദ്യത്തേത് പത്തയാണ്, അപ്പോൾ നമ്മൾ സിലെ എന്നെഴുതുക. സിലെ പത്തേ, പത്തേ ബഹുവചൻ കേട്ടോ. അപ്പോൾ ബഹുവചനായതുകൊണ്ട് സിലെ എന്നെഴുതി. നെക്സ്റ്റ് കലി പൂമുട്ടാണ്. കലി പൂമുട്ടെ, അത് സ്ത്രീലിംഗ ഏകവചൻ. കലിയാം വന്നപ്പോൾ ബഹുവചനമായി മാറി. അപ്പോൾ നമ്മൾ സിലീം കുത്തൂടെ കൊടുക്കണം. സിലീം കലിയാം. നെക്സ്റ്റ് നോക്കി നദി നദിയാം. നദി സ്ത്രീലിംഗ ഏകവചൻ, നദിയാം സ്ത്രീലിംഗ ബഹുവചൻ. അവിടെയും സിലീം എന്ന് കൊടുക്കണം. നെക്സ്റ്റ് ഡാലി, ഡാലി ബ്രാഞ്ചസ് ശിഖരങ്ങൾ. ഡാലി ഡാലിയാം ശിഖരങ്ങൾ. അവിടെയും സിലീം എന്ന് കൊടുക്കുക. അപ്പോൾ ശരിയായല്ലോ, മനസ്സിലായി കാണുമല്ലോ ആക്ടിവിറ്റീസ് എല്ലാം. അപ്പോൾ നമുക്കിനി ഈ പാഠത്തിൽ വരേണ്ടത് കവിതയുടെ ആശയമാണ്. അതിനുശേഷം കവിക്ക് നമ്മളൊരു കത്ത് എഴുതുന്നു. അതുകൂടാതെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടത് കേട്ടോ. പിന്നീട് പേട് എന്ന വാക്കാമരം, അതുപയോഗിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നിവയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.